മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പൊട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കയ്യിന്ന് പോയി. എന്തായാലും പൊട്ടേണ്ടത് പൊട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഉഗ്രസ്ഫോടനമാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എന്തായാലും ശരി, ഇപ്പോൾ പറയുന്ന നരേറ്റീവ് അല്ല, അത് പടക്കമല്ല, സ്ഫോടക വസ്തു തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ശരി, ഇനി അമൃത ശരിക്കും നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടെ പുകമഞ്ഞ് രൂക്ഷമാണ്. കാഴ്ചാപരിധി 10 മീറ്ററിൽ താഴെയായിട്ടുണ്ട്. പുകമഞ്ഞ് റോഡ് ഗതാഗതത്തെ സാരമായി തന്നെ ബാധിച്ചു. വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിലുമാണ്. സ്കൂളുകളിൽ 10,000 എയർ പ്യൂരിഫയറുകൾ വെക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. സജു തോമസ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. സജു, മഞ്ഞുണ്ട്, അതിനപ്പുറത്തേക്ക് വായു മലിനീകരണം, അങ്ങനെ ആകെ തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് നിലവിൽ ഡൽഹിയിലുള്ളത്. സജുവിന്റെ ബാക്കിലൊക്കെ നമുക്കത് കാണാനും കഴിയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം, അതൊക്കെ ഇനി എത്രത്തോളം കാര്യത്തിലൊരു ഫലപ്രാപ്തി ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയില്ല. നിലവിൽ എന്തൊക്കെ നിയന്ത്രണങ്ങൾ പറയുന്നു? എന്താണ് നിലവിൽ ഈ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് വലിയ തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? അമൃത ജൽസി, വലിയ ബുദ്ധിമുട്ടാണ് ഡൽഹി നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന വലിയ രീതിയിലുള്ള പുകമഞ്ഞ് ഇതിപ്പോൾ വലിയ രൂക്ഷമായിട്ട് ഡൽഹിയുടെ പല മേഖലകളിലും വ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൽഹിയിലെ വായു മലിനീകരണമുള്ള സ്ഥലം എന്ന് പറയുന്നത് ആനന്ദ് വിഹാറാണ്. ആനന്ദ് വിഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ 932 എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാർബൺ മോണോക്സൈഡിന്റെ എമിഷൻ അതാണ് ഏറ്റവും കൂടിയിരിക്കുന്നത്. അത് ഏകദേശം 897 എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില ഈ ദൂഷകമായിട്ടുള്ള ശരീരത്തിന് ഹാനികരമായിട്ടുള്ള പല വാതകങ്ങളും ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ നൽകിയിരിക്കുകയാണ്. പകുതിയിലേറെ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം നൽകിയിരിക്കുക. അത്തരത്തിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ വേഗത്തിലാക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികൾ കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉടൻ നടപടി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ വാഹനങ്ങളൊക്കെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പോൾ ഇവിടെ സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ സമയത്ത് പോലും 8:45 ആയിരിക്കുന്നു. ഈ 8:45 സമയത്ത് പോലും വാഹനങ്ങൾ ലൈറ്റ് ഇട്ടാണ് ഓടിക്കുന്നത്. പ്രത്യേകിച്ച് കാഴ്ചപരിധി 10-ലും താഴെ, അതായത് 10 മീറ്ററിലും താഴെ എത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിട്ടുള്ളത്. ഡൽഹി മാത്രമല്ല, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സമാനമായി തന്നെ ഇപ്പോൾ പുകമഞ്ഞുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ള പുകയില അംശങ്ങളുള്ളത് അതിപ്പോൾ ഡൽഹിയിൽ മാത്രമാണ്. അതുതന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും. പ്രത്യേകിച്ച് പ്രായമാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, അത്തരത്തിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തരത്തിലേക്കാണ് ഡൽഹിയിൽ അവസ്ഥ ഇപ്പോൾ മാറിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ അവസ്ഥ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൃത്യമായിട്ട് ഡൽഹിയിലെ ജനങ്ങൾ പല മേഖലകളിലായിട്ട് പല സംഘങ്ങളായിട്ട് സമരങ്ങൾ, പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ പോലും സമരങ്ങൾ നടത്തിയിട്ട് പോലും ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ദിവസവും ഈ ഡോക്ടർമാരൊക്കെ പറയുന്നത് 10 ദിവസത്തിലധികം ഈ ഡൽഹിയിലെ വാതകങ്ങൾ ശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ പൊല്യൂഷൻ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ മാരകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അതൊക്കെ മനസ്സിലാക്കിയിട്ടും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ചില പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്കൂളുകളിൽ 10,000-ലധികം എയർ പ്യൂരിഫയറാണ് ഇപ്പോൾ നൽകാൻ വേണ്ടിയുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ വരികയാണ്. പ്രത്യേകിച്ച് ഈ വാഹന നിയന്ത്രണം, ഒറ്റ ഇരട്ട അക്കങ്ങളോടുള്ള വാഹന നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡീസൽ വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ വാഹനങ്ങൾ, ഈ ടിപ്പർ അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഈ ഡൽഹിയുടെ അതിർത്തിയിലേക്ക് വരരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. BS6 വാഹനങ്ങൾക്ക് മാത്രമാണ് മറ്റു സംസ്ഥാനങ്ങളിലെ വാഹനങ്ങൾക്ക് ഡൽഹിയിൽ ഇപ്പോൾ പ്രവേശനമുള്ള. അത്തരത്തിൽ വലിയ തോതിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള മൗനപരമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിസ്സഹായതമായിട്ട് മാറുന്നത് എന്നുള്ള വലിയ ചോദ്യമാണ് ഇപ്പോഴും തുടരുന്നത്.